അടുത്തൊരു മുൻപിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ ലൈക്ക് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ അലീനെ കാണാതെ ബാലചന്ദ്രൻ ആകപ്പാട് വെപ്രാളം പിടിച്ച് രാത്രിയിൽ കൃഷ്ണമോളെയും കൊണ്ട് തിരക്കി ഇറങ്ങിക്കുകയാണ് ഹോസ്പിറ്റലിലേക്ക്. പോകുന്ന വഴിയിൽ ഒരു അടുത്ത് വണ്ടി നിർത്തിയിട്ടാണെങ്കിൽ ശിവദാസിനെ വിളിക്കുന്നുണ്ട്. അയാളെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, എൻ്റെ മോൾ എവിടെയാണ്? എവിടെ ആണെങ്കിലും മര്യാദയ്ക്ക് പറയാൻ, ഞാൻ കേസ് കൊടുക്കും എന്ന് പറയാണ്. തൻ്റെ മോളെന്തോ എൻ്റെ പോക്കറ്റിലാണ് ഇരിക്കുന്നത്, ഞാനല്ലല്ലോ അവളെ സംരക്ഷിക്കുന്നത്. അവളുടെ കാര്യം എനിക്ക് കേൾക്കുകയും വേണ്ട അറിയുകയും വേണ്ട എന്ന് ശിവദാസൻ പറയാണ്. അപ്പം ബാലേന്ദ്രൻ പറയാണ്, അതൊന്നും അറിയാതെ അലീനയ്ക്കൊന്നും സംഭവിക്കത്തില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇതിൻ്റെ ഭവിഷ്യത്ത് വലുതായിരിക്കും എന്ന് ബാലേന്ദ്രൻ പറയാണ്. താൻ കൊണ്ടുവന്ന് കേസ് കൊടുക്കണമെന്നെങ്കിൽ എനിക്കെതിരെ എന്താണെന്ന് വെച്ചാൽ അന്നേരം ചെയ്യാം എന്ന് ശിവദാസൻ പറയുന്നുണ്ട്. കേസ് കൊടുക്കുക തന്നെ ചെയ്യും. സാധാരണ ഒരു മര്യാദയ്ക്ക് അലീനയെ കാണുന്നില്ലെന്ന് വിളിച്ചു പറഞ്ഞാൽ എന്തായി താൻ പറയേണ്ടത്? അലീനയ്ക്ക് എന്ത് പറ്റി, അലീന എവിടെയെന്നാണ് ചോദിക്കേണ്ടത്. പക്ഷെ താൻ ഈ തർക്കുത്തരം പറയുന്നത് കേൾക്കുമ്പോഴേ എനിക്ക് മനസ്സിലാവും താനും തൻ്റെ അനിയനും ഇതിനകത്ത് പങ്കുണ്ടെന്ന്. താൻ വിചാരിക്കുന്ന പോലെ ഈ കളി പോകത്തില്ല. ശിവദാസൻ പറയാണ്, എന്നെങ്കിൽ താൻ കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ കേസ് പറഞ്ഞു, അല്ലെങ്കിൽ കോടതി കാണാം, എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം എന്ന് പറയാണ്. ബാലേന്ദ്രൻ പറയാണ്, എൻ്റെ മോക്ക് എന്തെങ്കിലും സംഭവിച്ച താൻ വിചാരിക്കുന്നത് പോലല്ല കാര്യങ്ങൾ. താൻ ഇവിടുന്ന് ഗൾഫിലേക്കല്ല പോകുന്നത്, പരലോകത്തായിട്ടായിരിക്കും, അത് ഉറപ്പുള്ള കാര്യമാണ് എന്ന് പറഞ്ഞ് ദേഷ്യ ബാലേന്ദ്രൻ ഫോണങ്ങ് വെക്കുകയാണ്. അപ്പോൾ ശിവദാസൻ പറയാണ്, പിന്നെ അവനെൻ്റെ കാലനല്ലയോ എന്നെ പരലോകത്തേക്ക് വിടാൻ എന്നും പറഞ്ഞൊരു പുച്ഛഭാഗത്ത് ഇരിക്കുകയാണ്. ഈ സമയത്ത് കൃഷ്ണമോൾ അകപ്പാടെ ഭയന്ന് വരച്ചിരിക്കുക. അങ്ങനെ വീണ്ടും ബാലേന്ദ്രനാണെങ്കിൽ അലീനെ തിരക്കി ഇങ്ങനെ ഇറക്കുകയാണ്. എന്നിട്ട് പറയാണ്, മോളൊരു കാര്യം ചെയ്ത് ആ ഫോൺ എടുത്ത ഗോവർദ്ധനെ ഒന്ന് വിളിക്ക്. എന്നിട്ട് എന്താ പറയണം അച്ഛാ എന്ന് കൃഷ്ണമോൾ ചോദിക്കുകയാണ്. അവിടെ നമ്മുടെ ഹോസ്പിറ്റലിൽ എത്തുമ്പോഴത്തേക്ക് അയാൾ അവിടെ കാണണമെന്ന് പറ എന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ കൃഷ്ണമോളാണെങ്കിൽ ഫോൺ എടുത്ത് ഗോവർദ്ധനെ വിളിക്കുന്നുണ്ട്. പക്ഷേ ഗോവർദ്ധൻ ഫോൺ എടുക്കുന്നില്ല. അച്ഛാ, ഗോവർദ്ധൻ അങ്ങോട്ട് ഫോൺ എടുക്കുന്നില്ല എന്ന് പറയുകയാണ്. അപ്പം ബാലേന്ദ്രൻ ആലോചിച്ചിട്ട് പറയാണ്, മോളെ മനുവിനെ വിളിക്ക്. അങ്ങനെ കൃഷ്ണമോൾ മനുവിനെ വിളിക്കുന്നുണ്ട്. മനുവിനെ വിളിക്കുമ്പോൾ ബെല്ലടിക്കുന്നുണ്ട്. അപ്പോൾ വണ്ടിയാണെങ്കിൽ ഒരു സൈഡിലേക്ക് ഒതുക്കി നിർത്തിയിട്ട് മനുവിനായിട്ട് സംസാരിക്കുകയാണ് ബാലേന്ദ്രൻ. എൻ്റെ അങ്ങളെ വിളിച്ചതെന്ന് മനു ചോദിക്കുകയാണ്. അതേ, അലീനെ കാണുന്നില്ല. അലീനെ കാണുന്നില്ലയോ? അലീനെ കാണുന്നില്ല. ഇതിൻ്റെ പുറകിൽ നിൻ്റെ അച്ഛനും കൊച്ചച്ഛനും. ഞാനിപ്പം നിൻ്റെ അച്ഛനെ വിളിച്ചായിരുന്നു. അച്ഛനെ വിളിച്ചപ്പോൾ ആ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി അവരും കൂടെ അറിഞ്ഞുള്ള കളിയാണ്. മനു ചോദിക്കണം, അച്ഛനൊക്കെ അങ്ങനെ ചെയ്യൂ അങ്കിളെ? ചെയ്യും. എനിക്കിപ്പം വിളിച്ചപ്പം മനസ്സിലായി മനു. കാരണം നമ്മൾ ഒരാളെ കാണുന്നില്ലെന്ന് പറഞ്ഞാൽ ആദ്യം അവർ പ്രതികരിക്കേണ്ട എന്ത് പറ്റിയെന്നല്ലേ. പക്ഷേ നിൻ്റെ അച്ഛൻ പറയുന്നത് എനിക്കറിയത്തില്ല, കേസ് കൊണ്ടുപോയി കൊടുക്കാൻ എന്നൊക്കെയാണ് പറയുന്നത്. ആ സംസാരത്തിൽ തന്നെ അവരുടെ പങ്കുണ്ട്. അതുകൊണ്ട് തന്നെ നീ നിൻ്റെ അച്ഛനെ വിളിക്കുകയോ കാണുകയോ സംസാരിച്ചോ പറഞ്ഞോ, ഇത് ഈ കളി തീക്കളിയാ, സൂക്ഷിച്ച് കളിച്ചില്ലെങ്കിൽ അവരുടെ കുടുംബം തന്നെ മുങ്ങിപ്പോകുമെന്ന് പറഞ്ഞേക്കാൻ പറയുകയാണ് ബാലേന്ദ്രൻ. എൻ്റെ മോളെ കണ്ടില്ലെങ്കിൽ ഞാൻ എല്ലാത്തിനെതിരെ കേസ് കൊടുക്കും. കേസ് പോയാൽ എന്ത് സംഭവിക്കുമെന്ന് നിനക്ക് നന്നായിട്ട് അറിയാലോ. അതുകൊണ്ട് നിൻ്റെ അച്ഛനെ പറഞ്ഞ് മനസ്സിലാക്കുന്നേ. അതുപോലെ തന്നെ നമുക്ക് അലീനെ ഇന്ന് തന്നെ കണ്ടുപിടിക്കണം. നീയും കൂടെ അന്വേഷിക്കുക. എൻ്റെ മോളെ രാത്രിയിൽ എവിടെയാണെന്നൊന്നും അറിയാൻ വയ്യ. അതുകൊണ്ട് മനു എത്രയും പെട്ടെന്ന് എൻ്റെ മോളെ കണ്ടുപിടിക്കണം എന്നും പറഞ്ഞ് ബാലേന്ദ്രൻ വിഷമിക്കുകയാണ്. ഇത് കേട്ട് പോകുമ്പോഴത്തേക്ക് മനു പറയണം, അങ്കിളെ വിഷമിക്കേണ്ട, നമുക്ക് അലീനെ കണ്ടുപിടിക്കാം, ഉടനെ തന്നെ കണ്ടുപിടിക്കാം എന്ന് മനു പറഞ്ഞ് ഫോൺ വെക്കുകയാണ്. അങ്ങനെ ബാലേന്ദ്രൻ ആണെങ്കിൽ നേരെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. ഈ സമയത്താണെങ്കിൽ മനു ആണെങ്കിൽ അച്ഛനും കൊച്ചച്ഛനും ഉള്ള റിസോർട്ടിലേക്ക് വരികയാണ്. ശിവദാസൻ ചോദിക്കുകയാണ്, നീ എന്താ ഇവിടെ? അച്ഛാ, ഞാനൊരു കാര്യം ചോദിക്കുകയാണ്, സത്യസന്ധമായി മാത്രമേ ഉത്തരം പറയാവൂ. അലീനെ കാണുന്നില്ല. അലീന ഹോസ്പിറ്റലിൽ നിന്ന് 7 മണിക്ക് ഇറങ്ങിയത് ഇതുവരെ വീട്ടിൽ ചെന്നില്ല. അലീനെ കാണുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും അലീനെക്കുറിച്ച് അറിയാവോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ തന്നെ ശിവദാസൻ പറയും, എനിക്കെങ്ങനെ അറിയാം? ഞാനല്ലല്ലോ അവളുടെ ലോക്കൽ ഗാർഡിയൻ, ആ ബാലചന്ദ്രനല്ലേ, അയാളടുത്തൊന്നും ചോദിച്ചു, അയാൾക്കറിയാം, എനിക്കറിയത്തില്ല എന്ന് പറയാണ് ശിവദാസൻ. മനു പറയാണ്, അച്ഛാ, കണ്ണടച്ച് ഇരുട്ടാക്കാൻ നോക്കല്, ഈ കളി വലിയ കളിയാണ്. അച്ഛൻ വിചാരിക്കുന്ന പോലെ ആയിരിക്കത്തില്ല കാര്യങ്ങളുടെ പോക്ക്. ഇത് പറയാണ്, നീ എന്താ ഞങ്ങളെ പറഞ്ഞ് പീഡിപ്പിക്കുകയാണോ? ഞാൻ ചുമ്മാതെ പറയല്ല കൊച്ചച്ചാ. നിങ്ങൾ അലീനയുടെയോ അങ്കിളിനോടോ ഉള്ള വിരോധം കൊണ്ട് ഈ പരിപാടി ചെയ്തു കഴിഞ്ഞ് നിങ്ങൾക്ക് തന്നെയാണ് സർവനാശം. ശിവദാസൻ പറയാണ്, അവളെ കാണുന്നില്ലെങ്കിൽ കൊണ്ടുവന്ന് പോലീസിൽ കേസ് കൊടുക്കാൻ പറ, അവിടെ വെച്ച് നമുക്ക് കാണാം, അല്ലെങ്കിൽ കോടതിയിൽ പോട്ടെ എന്ന് ശിവദാസൻ പറയണം. അപ്പം മനു പറയണം, അച്ഛാ, ഇത് കോടതിയിൽ പോയാലും പോലീസ് സ്റ്റേഷനിൽ പോയാലും ഈ കേസിലൂടെ നാണം കെടുന്നത് കൊല്ലപ്പള്ളിക്കാരായിരിക്കും, അത് ഉറപ്പുള്ള കാര്യമാണ്. രാജീവ് പറയാണ്, ഞങ്ങൾ നാണം കെടാൻ എന്തുവാ? അവൻ്റെ ആ ബാലചന്ദ്രൻ്റെ അവിഹിത സന്തതിയില്ലേ, അവനെ നാണം കെടുത്തുള്ളൂ. അവൻ എല്ലാവരെയും മുന്നിൽ മാന്യനായിട്ട് അഭിനയിക്കില്ലേ, ഇതോടെ അവൻ്റെ തകർച്ച തുടങ്ങും. മനു പറയാണ്, അത് നിങ്ങളുടെ തോന്നൽ മാത്രമാണ്. അലീനെ സംബന്ധിച്ച് പല കാര്യങ്ങളും നിങ്ങൾ ഇനി അറിയാനുണ്ട്. അതൊക്കെ അറിയുമ്പോൾ നിങ്ങളിപ്പോൾ ഈ ചെയ്തത് തെറ്റാണെന്ന് നിങ്ങൾക്ക് ബോധ്യം വരും. അതുകൊണ്ട് തന്നെ ഞാൻ പറയാണ്, അലീനെ കിട്ടിയില്ലെങ്കിൽ നിങ്ങളെ രണ്ടുപേരുടെയും കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാവും. മാത്രമല്ല പല നഷ്ടങ്ങളും ഉണ്ടാവും. അത് കൊല്ലപ്പള്ളിക്കാർക്ക് സഹിക്കാൻ പറ്റുന്നതിനും അപ്പുറമായിരിക്കും എന്ന് മനു ആണെങ്കിൽ അവരോട് പറയുകയാണ്. മനു ആണെങ്കിൽ ശിവദാസനോട് പറയാണ്, അച്ഛാ, ഇന്ന് രാത്രി തന്നെ ഞങ്ങൾ അലീനെ കണ്ടുപിടിക്കും. അവൾക്ക് എന്തെങ്കിലും ഒരു പോറൽ പോലും സംഭവിച്ചാൽ
പിന്നെ എന്തൊക്കെ ഇവിടെ സംഭവിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല. അത് അച്ഛനും കൊച്ചച്ഛനും എപ്പോഴും ഓർമ്മ വേണമെന്നും പറഞ്ഞ് മനു അങ്ങ് പോവുകയാണ്. അപ്പോൾ മനു പോകുന്നതിന് നോക്കി ഇവർ നോക്കി നിൽക്കുകയാണ്. എന്നിട്ട് രാജീവ് ശിവദാസൻ്റെ അടുത്ത് പറയാണ്, എന്താ ശിവേട്ടാ ഇവൻ മാത്രം ഇങ്ങനായി പോയത്? ഇത്രയൊക്കെ സംഭവം ഉണ്ടായിട്ട് അവൻ ഇപ്പോഴും ആ ബാലേന്ദ്രൻ്റെ സൈഡ് തന്നെ ആണെന്നല്ലോ പറയുന്നത്, ആ ലീനയുടെ സൈഡ്. ശിവദാസൻ പറയാണ്, അവനല്ലേ ആ പെണ്ണിനെ കൊണ്ടുവന്നത്, അതിൻ്റെ ഒരു കൂറ് എന്തായാലും അവന് കാണും. നമ്മളിതൊന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല, നാട് മുഖത്തെ കിടന്ന് ഓടട്ടെ. രാജീവ് പറയണേ, ഇനി നാട് മൊത്തം കടന്ന് ഓടിയായാലും അവളെ കിട്ടത്തില്ല എന്ന് രാജീവ് പറയണം. അങ്ങനെ അവർ രണ്ടുപേരും സന്തോഷത്തോടെ ഇങ്ങനെ അതും പറഞ്ഞിരിക്കുകയാണ്. സമയത്താണെങ്കിൽ കുറേ ഗുണ്ടകളാണെങ്കിൽ അലീനെ പിടിച്ചുകൊണ്ടുവന്ന് ഒരു ആളഴിഞ്ഞ് വീട്ടിലേക്ക് കൊണ്ടുവരുവാണ്. പിടിച്ച് വലിച്ച് വായൊക്കെ മൂടിക്കെട്ടിയാണ് കൊണ്ടുവന്ന് ഒരു റൂമിലേക്ക് തെള്ളുവാണ്. എന്നിട്ട് ഡോറും അടച്ച് പൂട്ടി അലീനെ അതിനകത്ത് ഇട്ടിട്ട് അവന്മാരങ്ങ് പോവുകയാണ്. ഈ സമയത്ത് ടെൻഷനോടെ ബാലേന്ദ്രൻ ഹോസ്പിറ്റലിലേക്ക് വരികയാണ്. അപ്പം അവിടെ ഗോവർദ്ധനും ആ പോലീസുകാരനായ ബാലേന്ദ്രൻ്റെ അളിയനും ഉണ്ട്. അപ്പം ബാലേന്ദ്രൻ പറയാണ്, അലീനെ കാണുന്നില്ലെന്നും പറഞ്ഞ് കേസ് കൊടുക്കാം എന്ന് പറയാണ്. അപ്പം പോലീസുകാരൻ പറയാണ്, കേസൊക്കെ കൊടുത്തു കഴിഞ്ഞ് ഇതിൻ്റെ പുറവിൽ പല ചോദ്യങ്ങളും ഉണ്ടാവും. അലീന ആരാണ്, അലീന നിങ്ങളുമായിട്ട് എന്താണ് ബന്ധം, അങ്ങനെ പല ചോദ്യങ്ങളുണ്ട്, അതിനെല്ലാം ഉത്തരം കൊടുക്കാൻ നിൽക്കണം എന്ന് പറയാണ്. അതിൽ നിന്ന് ഊരിപ്പോരാൻ ഭയങ്കര പാടാണെന്ന് അയാൾ പറഞ്ഞു കൊടുക്കുകയാണ് ബാലേന്ദ്രൻ്റെ അടുത്ത്. അപ്പം ബാലേന്ദ്രൻ പറയാണ്, എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, എനിക്ക് എൻ്റെ മോളെ കണ്ടെത്തണം, അവളെ എവിടാന്ന് അറിയത്തില്ലല്ലോ എന്ന് ബാലേന്ദ്രനാണെങ്കിൽ പറയുകയാണ്. ഗോവർദ്ധൻ വന്ന് പറയാണ്, ബാലേട്ടൻ വിഷമിക്കേണ്ട, മനുവും എല്ലാവരും അന്വേഷിക്കുന്നുണ്ടല്ലോ, നമുക്ക് കുറച്ച് സമയം കൂടെ നോക്കാം, എന്നിട്ട് നമുക്ക് പോലീസിൽ കേസ് കൊടുക്കാം എന്ന് പറയാണ്. പിന്നെ ബാലേന്ദ്രനെ എല്ലാവരും കൂടെ സമാധാനിപ്പിക്കണം. അപ്പോൾ ബാലേന്ദ്രനാണെങ്കിൽ നേരെ ഗംഗേട്ടനെ വിളിക്കുകയാണ്. എന്താ ബാലേന്ദ്രൻ വിളിച്ചത്, എന്തെങ്കിലും വിശേഷമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പം ബാലേന്ദ്രൻ പറയാണ്, വിശേഷമുണ്ട്, ഇവിടത്തെ അലീനയുണ്ടല്ലോ, എൻ്റെ മോൾ അലീന, അവളെ കാണുവാനില്ല നിങ്ങളുടെ അനിയന്മാർ അവളെ തട്ടിക്കൊണ്ട് പോയേക്കുക. പക്ഷെ ഒരു കാര്യം പറഞ്ഞേക്കാം ഗംഗേട്ട, ഈ കളി അവർ വിചാരിക്കുന്ന പോലല്ല, തീ കൊണ്ടുള്ള കളിയാണ്. ഇതിനകത്ത് എന്തൊക്കെ സംഭവിക്കുമെന്ന് ഗംഗേട്ടൻ നല്ലോണം അറിയാലോ. ഞാൻ വിളിച്ച് അവരുടെ അടുത്ത് അലീനയെ കാണുന്നില്ല, എവിടെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ കൊണ്ടുപോയി കേസ് കൊടുക്ക് എന്നാണ് ശിവേട്ടൻ പറഞ്ഞത്. ഞാനങ്ങനെ കേസ് കൊടുക്കാൻ പോയാൽ ആർക്കൊക്കെ എന്തൊക്കെ നഷ്ടം ഉണ്ടാവുമെന്ന് ഗംഗേട്ടന് നല്ലോണം അറിയാലേ. അതുകൊണ്ട് ഗംഗേട്ടൻ അവരോട് വിളിച്ച് പറഞ്ഞേരെ, എൻ്റെ മോൾ അവരുടെ കയ്യിലുണ്ടെങ്കിൽ വിട്ടേക്കാൻ, അതാണ് അവർക്ക് നല്ലത്. അല്ലെങ്കിൽ കൊലപ്പള്ളിക്കാരെ എല്ലാവരെയും ഞാൻ മുക്കി താഴ്ത്തും, അത് ഉറപ്പാണ്. പോലീസ് സ്റ്റേഷനിൽ ഈ കേസങ്ങനെ എത്തിക്കഴിഞ്ഞാൽ എല്ലാ കള്ളക്കഥയും പുറത്തറിയും. അതോടെ അനിയന്മാർ ഇത്രയും നാൾ ഉണ്ടാക്കി വെച്ച കൊല്ലപ്പള്ളിയുടെ ഇമേജ് എല്ലാം തകർന്ന് താഴെ വീഴുമെന്ന് ബാലേന്ദ്രൻ പറയാണ്. അപ്പോൾ ഗംഗേട്ടൻ പറയാണ്, ബാലേന്ദ്ര ഒന്ന് സമാധാനപ്പെട്, ഞാൻ അവരെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. പറഞ്ഞ് ഗംഗേട്ടൻ പെട്ടെന്ന് ഫോൺ അങ്ങ് വെക്കുകയാണ്. ബാലേന്ദ്രൻ ഈ സമയത്ത് ടെൻഷനോടെ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ഗംഗേട്ടനാണെങ്കിൽ ശിവേട്ടനെ വിളിക്കുകയാണ്. അപ്പം എന്താ ഗംഗേട്ടാ എന്ന് ചോദിച്ചാണ്ട് ശിവദാസൻ ചോദിക്കുന്നത്, അലീനെ കാണാനില്ലെന്നറിഞ്ഞ് ബാലേന്ദ്രൻ എന്നെ ഇപ്പം വിളിച്ച് പറഞ്ഞ് അലീനെ കാണാനില്ലെന്ന്. അപ്പോഴത്തേക്ക് ശിവേട്ടൻ ഫോൺ സ്പീക്കറിലിടുകയാണ്. നിങ്ങളാണ് എൻ്റെ പിന്നിൽ നിന്ന് ബാലേന്ദ്രൻ പറയുന്നത്. ശിവദാസൻ പറയാണ്, എൻ്റെ ഗംഗേട്ട അയാൾക്ക് വട്ടാണ്, അയാൾ ചുമ്മാതെ നമ്മുടെയൊക്കെ പേര് പറയാണ്, ഇപ്പോഴും എന്നെയും വിളിച്ച് പറഞ്ഞ് ഞാനാണ് ആ പെണ്ണിനെ പിടിച്ചോണ്ട് പോയെന്ന്. നിങ്ങളെന്തിനാ ആ പെണ്ണിനെ പിടിച്ചോണ്ട് പോകേണ്ട കാര്യം എന്തുവാ? ഗംഗേട്ടൻ പറയാണ്, നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അലീനെ എത്രയും പെട്ടെന്ന് തിരിച്ചു കൊണ്ടാക്കുക, അതാണ് നല്ലത്. ഇല്ലെങ്കിൽ ഇതിലേക്ക് വലിയ പ്രശ്നങ്ങളായിരിക്കും ഉണ്ടാവുന്നത് എന്ന് ഗംഗേട്ടൻ പറയാണ്. അപ്പോൾ ശിവദാസൻ പറയാണ്, ആ പെണ്ണിനെ കാണുന്നില്ലെങ്കിൽ അവൻ്റെ അടുത്ത് പറ കൊണ്ടുപോയി കേസ് കൊടുക്കാൻ, അന്നേരം ആരാണെന്നുള്ള സത്യം പോലീസ് തെളിയിക്കുമല്ലോ എന്ന് ശിവദാസൻ പറയാണ്. അപ്പം നിങ്ങൾക്കിതിൽ പങ്കുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നതിനപ്പുറമായിരിക്കും ഇതിൻ്റെ പ്രതിഫലനം. പിന്നെ എല്ലാം കൂടെ തച്ചുടക്കാൻ ഒരവസരം ഉണ്ടാക്കല്, എല്ലാം നാശമായി പോത്തേ ഉള്ളൂ എന്ന് ഗംഗേട്ടൻ ശിവദാസൻ്റെ അടുത്ത് പറയാണ്. ശിവദാസൻ പറയാണ്, ഗംഗേട്ടൻ എന്തിനാ എന്നെ എപ്പോഴും ബാലേന്ദ്രനെ പേടിക്കേണ്ട ആവശ്യം എന്തുവാ? ഗംഗേട്ടൻ പറയാണ്, നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല കാര്യം, ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ എന്തെങ്കിലും നിങ്ങളുടെ പങ്കുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ അലീനെ തിരിച്ചുണ്ടാക്കുക, അതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത് എന്നും പറഞ്ഞ് ഗംഗേട്ടൻ ഫോൺ വെക്കുകയാണ്. അപ്പം ശിവദാസനും രാജീവും ഇങ്ങനെ മുഖത്തോട്ട് നോക്കി ഇങ്ങനെ ടെൻഷനോടെ ഇരിക്കുകയാണ്. ഇതൊക്കെയാണ് വരാൻ പോകുന്ന വിശേഷം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.